ഹലോ ഫ്രണ്ട്സ്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് എൻ്റെ ജീവിതം മടുത്തു, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു, ഞാൻ ലൈഫിൽ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു കഥ കേൾക്കാം നമുക്ക്. ജീവിതം ഒരു മരമാണ്, പ്രതീക്ഷ ഒരു കിരണവും. പണ്ട് ഒരു കൊത്തുപണിക്കാരുണ്ടായിരുന്നു. മരത്തിൽ മനോഹരമായ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിൽ അയാൾ അതിവിദഗ്ധനായിരുന്നു. എന്നാൽ കാലക്രമേണ അയാൾക്ക് പ്രായമായി, കൈകളിൽ വിറയ്ക്കാൻ തുടങ്ങി, കാഴ്ച മങ്ങി, കൊത്തുപണി മുടങ്ങി, വരുമാനം നിലച്ചു. ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും എന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടി. എല്ലാം കഴിഞ്ഞു, ഇനി എന്തിനു ജീവിക്കണമെന്ന് അയാൾക്ക് പലപ്പോഴും തോന്നി തുടങ്ങി. ഒരു ദിവസം അയാൾ തൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് തോട്ടത്തിൽ ചെന്നിരുന്നു. അവിടെ വർഷങ്ങൾക്ക് മുൻപ് താൻ നട്ട ഒരു ചെറിയ തൈ ഇപ്പോൾ വലിയൊരു മരമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. ഇലകൾ പച്ചപിടിച്ച് തഴച്ചു വളർന്നിരിക്കുന്നു. ആ മരം അയാളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും സാക്ഷിയായിരുന്നു. അതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അയാൾക്ക് തൻ്റെ പഴയ ജീവിതം ഓർമ്മ വന്നു. പെട്ടെന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾക്കിടയിൽ തിളങ്ങുന്ന ഒരു ചെറിയ കല്ല് അയാൾ കണ്ടു. അയാൾ അത് കയ്യിലെടുത്തു. അതൊരു സാധാരണ കല്ലല്ലായിരുന്നു. എന്നാൽ അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കല്ല് അല്പം പോലും നിറമങ്ങാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. വർഷങ്ങളോളം മണ്ണിൽ മൂടിക്കിടന്നിട്ടും അതിന് തിളക്കം നഷ്ടപ്പെട്ടിരുന്നില്ല. ആ നിമിഷം അയാൾക്കൊരു തിരിച്ചറിവുണ്ടായി. ഈ കല്ലിന് വർഷങ്ങൾ മണ്ണിൽ കിടന്നിട്ടും അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? അയാൾ സ്വയം ചോദിച്ചു. തൻ്റെ ജീവിതം ഇപ്പോൾ ഉണങ്ങിയ ഇലകൾ പോലെ തോന്നാമെങ്കിലും ഉള്ളിൽ തനിക്ക് ഇപ്പോഴും തിളങ്ങാനുള്ള കഴിവുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ തളർന്നിരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു. തൻ്റെ പഴയ കൊത്തുപണി ഉപകരണങ്ങൾ അയാൾ പൊടിതട്ടിയെടുത്തു. കൈകൾ വിറച്ചാലും കാഴ്ച മങ്ങിയാലും തനിക്ക് കഴിയുന്നത്രയും ഭംഗിയിൽ താൻ ഇനിയും ശില്പങ്ങൾ ഉണ്ടാക്കുമെന്ന് അയാൾ തീരുമാനിച്ചു. ചെറിയ കഷ്ണങ്ങൾ കൊത്തി തുടങ്ങി. ആദ്യമൊക്കെ പ്രയാസമായിരുന്നെങ്കിലും പതിയെ പതിയെ കൈകൾ വഴങ്ങി തുടങ്ങി. പുതിയ രൂപങ്ങൾ അയാളുടെ മനസ്സിലേക്ക് ഉണർന്നു വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ പഴയതിലും മികച്ച ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അയാളുടെ പ്രായം അവൻ്റെ അനുഭവ സമ്പത്തും കലയോടുള്ള അഭിനിവേശവും വർദ്ധിപ്പിച്ചു. ഈ പ്രായത്തിലും ഈ കൊത്തുപണിക്കാരൻ അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്ന രീതിയിൽ അവർ അയാളെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ കഥ നൽകുന്ന സന്ദേശം: നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാം അവസാനിച്ചെന്ന് തോന്നിയേക്കാം, പക്ഷേ ഓരോ പ്രതിസന്ധിയും ഒരു പുതിയ തുറക്കത്തിനുള്ള അവസരം കൂടിയാണ്. ആ കൊത്തുപണിക്കാരനെ പോലെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന തിളക്കം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അത് കണ്ടെത്താനും അതിന് വീണ്ടും പ്രകാശിപ്പിക്കാനും നമുക്ക് സാധിക്കും. പ്രായമോ സാഹചര്യമോ ഒരു പരിധിയേയല്ല. പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഓരോ ഇരുണ്ട മേഘങ്ങൾക്കും പിന്നിൽ ഒരു സൂര്യനുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശിക്കാൻ കാത്തിരിപ്പുണ്ട്. ഓർക്കുക.